ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഫ്യൂച്ചർ റെഡി കോമ്പാറ്റ് വെഹിക്കിൾ അല്ലെങ്കിൽ FRCV, ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ബയോ E3 പോളിസി, പ്രൊജക്റ്റ് സ്ട്രോബെറി, അഗ്രി ഷുവർ ഫണ്ട്, സ്കോമെറ്റ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ബ്രൂണെ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ റെഡി കോമ്പാറ്റ് വെഹിക്കിളിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫ്യൂച്ചർ റെഡി കോമ്പാറ്റ് വെഹിക്കിളിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഈ ഡിഫൻസ് ഫോഴ്സസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന കേസിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന ഹയസ്റ്റ് അതോറിറ്റിയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. സോ ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഏകദേശം ഒരു 1.45 ലക്ഷം കോടി രൂപയുടെ അക്വിസിഷൻ പ്രപ്പോസൽസിന് അനുമതി കൊടുത്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 5 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട അക്വിസിഷൻസിൽ ഒന്നാണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഫ്യൂച്ചർ റെഡി കോമ്പാറ്റ് വെഹിക്കിൾ അല്ലെങ്കിൽ FRCV എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. സോ ഈ FRCV എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ മെയിൻ ബാറ്റിൽ ടാങ്ക് ആണ്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടം തൊട്ടേ ഉള്ള ഒരു T-72 ടാങ്കുകളാണ്. ഓക്കെ, ഈ T-72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1979 തൊട്ട് ഇന്ത്യൻ ആർമി സർവീസിലുള്ളതാണ്. സോ ഈ പറയുന്ന T-72 ടാങ്കുകൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 40 വർഷത്തിൽ കൂടുതലായിട്ട് ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്യുന്ന ടാങ്കുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ഈ ടാങ്കുകളുടെയൊക്കെ സർവീസ് ലൈഫ് ഏകദേശം പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട്. അത് ഈ സർവീസ് എക്സ്റ്റൻഷൻ പ്രോഗ്രാമിലൂടെയും അപ്ഗ്രേഡേഷനിലൂടെയൊക്കെയാണ് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിലേക്ക് എത്തിയിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ഈ 90കളിലും 2000-ലൊക്കെ ആയിട്ട് ഈ T-72ൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടുള്ള T-90 എന്ന് പറയുന്ന ടാങ്കുകളുണ്ട്. ഇന്ത്യയിൽ അതിനെ നമ്മൾ ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് T-90 ഭീഷ്മ എന്നാണ് വിളിക്കാറുള്ളത്. സോ ഇപ്പോൾ ഈ T-90 ടാങ്കുകൾ വെച്ചിട്ട് ചിലതൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ടാങ്ക് ഫോഴ്സസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ആർമേഡ് കോറിൻ്റെ ഈ ടാങ്കുകളുടെയൊക്കെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ലാർജ് നമ്പർ ഓഫ് ടാങ്കുകളും വരുന്നത് ഈ പഴയ T-72 ടാങ്കുകളാണ്. അപ്പോൾ ഈ T-72 ടാങ്കുകളെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ആർമിയുടെ ആർമേഡ് കോറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ T-72 ടാങ്കുകളെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് FRCV അല്ലെങ്കിൽ ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ എന്ന് പറയുന്ന പുതിയൊരു പ്രോഗ്രാം ഇന്ത്യൻ ആർമി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ FRCV എന്ന് പറയുന്നത് ഒരു പ്രപ്പോസലാണ്. അതായത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി പറയുന്ന ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ പുതിയ കോമ്പാക്ട് വെഹിക്കിൾസ് അല്ലെങ്കിൽ പുതിയ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ FRCV പ്രോഗ്രാമിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ FRCV പ്രോഗ്രാം ആക്ച്വലി 2008-9 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ പിന്നീട് നമ്മുടെ ഡിഫൻസ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പോളിസി ചേഞ്ചസ് ഓവർ ദി ഇയേഴ്സ് വന്നിട്ടുള്ളത് തന്നെ ഇത് ഡിലേ ആയി വന്നതാണ്. ഇപ്പോൾ അവസാനം ഒരു ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അതിന് പ്രൊജക്റ്റ് അപ്രൂവൽ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മെയിൻ ബാറ്റിൽ ടാങ്ക് ആണ് ഈ FRCV എന്ന് മനസ്സിലാക്കുക. അത് പ്രപ്പോസ്ഡ് FRCV എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്ന് സുപ്പീരിയർ മൊബിലിറ്റി ആണ്. അതായത് ഓൾ ടെറൈൻ വെഹിക്കിൾസ് ആയിരിക്കണം. ഇപ്പോൾ റോഡുകളിലൂടെ ആണെങ്കിലും കൺട്രി പാത്തിലൂടെ ആണെങ്കിലും ഡെസേർട്ട് ആണെങ്കിലും ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും അവിടെയൊക്കെ സഞ്ചരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള സുപ്പീരിയർ മൊബിലിറ്റിയുള്ള വെഹിക്കിൾ ആയിരിക്കണം. ഓൾ ടെറൈൻ എബിലിറ്റി വേണം. അതുപോലെ തന്നെ മൾട്ടി ലെയേർഡ് പ്രൊട്ടക്ഷൻ വേണം. അതായത് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ പോലുള്ള ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഈ എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമറൊക്കെ പോലുള്ള പ്രൊട്ടക്ഷനുള്ള ടാങ്കുകളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ പ്രിസിഷനുള്ള ടാങ്കുകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ APFDs ഒക്കെ പോലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ ടാങ്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിലറി ഷെല്ലുകളുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഹൈ പ്രിസിഷൻ ഉള്ളതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ലീത്തൽ ഫയർ പവർ വേണം. റിയൽ ടൈം സിറ്റുവേഷൻ അവയർനെസ് വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കുറേ എലമെൻറ്റ്സ്, ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കുറേ എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം ഈ FRCVs എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കുക എന്താണ് FRCV എന്നുള്ളത്. അത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ ടാങ്കുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലാണെന്ന് മനസ്സിലാക്കുക. ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൻ്റെ മോഡേണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്വിസിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കേസാണ് ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ബോഡിയെക്കുറിച്ച്. കാരണം ഇന്ത്യയിൽ ഡിഫൻസ് ഫോഴ്സസിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്യാപിറ്റൽ അക്വിസിഷൻസ് ഒക്കെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റുകളുടെ ഒക്കെ പ്രൊക്യൂർമെൻറ്റിനകത്ത് ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ്. ഇവർ അനുമതി കൊടുത്താൽ മാത്രമേ
ആംഡ് ഫോഴ്സസിന് അത് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് 2001 അതായത് 1999 കാർഗിൽ യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഈ കാർഗിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ യുദ്ധത്തെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ പേര് റിഫോമിംഗ് ദ നാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം എന്നായിരുന്നു. 2001 ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണോ അദ്ദേഹമായിരിക്കും അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതുകൂടാതെ ഈ ആംഡ് ഫോഴ്സസിൻ്റെ, അതായത് 3 ആംഡ് ഫോഴ്സസിനെയും ഹെഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 3 ആംഡ് ഫോഴ്സസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്, അതുപോലെ തന്നെ മറ്റുള്ള റെലവൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കൊമേഴ്സ് മിനിസ്ട്രി അങ്ങനെ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റെലവൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, അതുകൂടാതെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, പിന്നെ 3 ആംഡ് ഫോഴ്സസിൻ്റെയും ചീഫുമാർ, ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന വലിയൊരു ബോഡിയാണ് ഈ ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് മാറ്റേഴ്സിൽ വെപ്പൺസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിൽ. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, ആ പോളിസീസ് അനുസരിച്ചിട്ടുള്ള ഡിഫൻസ് അക്യൂസിയേഷന് പെർമിഷൻ കൊടുക്കുക, അതിനകത്ത് എഫിഷ്യൻസി, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ഇതൊക്കെ ഉറപ്പുവരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിൽ ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നെന്ന് പറയുന്നത് ഒരു 15 അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനുള്ള ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 15 വർഷത്തേക്ക് ലോങ് ടേം ഇൻ്റഗ്രേറ്റഡ് പെർസ്പെക്റ്റീവ് പ്ലാന്, അല്ലെങ്കിൽ LTIPP എന്ന് പറയുന്നൊരു പ്ലാന് എല്ലാ 15 ഇയേഴ്സിലേക്കും പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ അതിന് പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കുന്നത് ഇവരാണ്. അതുപോലെ തന്നെ അക്യൂസിയേഷൻ പ്രപ്പോസൽസുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള അക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത് ഇവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വെപ്പൺസ് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രൊക്യൂർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബൈ കാറ്റഗറി എന്നാണ് പറയുക. അതുപോലെ തന്നെ ചിലത് നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിനകത്ത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും അതുപോലെ തന്നെ ലോക്കൽ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലോസസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പ്രൊക്യൂർ ചെയ്യുന്ന വെപ്പൺസിൻ്റെ കുറച്ച് ഭാഗം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യണം എന്നുണ്ടാവും, ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ റഷ്യയിൽ നിന്ന് ഈ AK സീരീസിൽ പെടുന്ന കുറച്ച് റൈഫിൾസ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഇഷ്യൂ റൈഫിൾസ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെയാണ് ബൈ ആൻഡ് മേക്ക് എന്ന് പറയാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്ന വെപ്പൺ സിസ്റ്റംസ് ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഈ പറയുന്ന FRCV എന്ന് പറയുന്ന വെഹിക്കിളൊക്കെ ഈ കാറ്റഗറി പെടുന്നതാണ്. അതിനെയാണ് മേക്ക് എന്ന് പറയാം, കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 3 സെഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ഈ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ എക്യുപ്മെൻറ്റുകൾ സപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് വെൻഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ വെൻഡേഴ്സിന് ക്ലിയറൻസ് കൊടുക്കുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ഈ ബൈ ആൻഡ് മേക്ക് കാറ്റഗറിക്ക് കീഴിൽ അക്വിസിഷൻ പ്രപ്പോസൽസുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ക്ലോസസ് ഉണ്ടെങ്കിൽ അതിന് ഡിസിഷൻ എടുക്കുന്നത് ഇവരാണ്. ഈ മിലിറ്ററി വെപ്പൺസിൻ്റെ ഫീൽഡ് ട്രയൽ ഇവാലുവേഷൻ നടത്തുന്നതൊക്കെ ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണെന്ന് മനസ്സിലാക്കുക. സോ ബേസിക്കലി ഇന്ത്യയിൽ ഡിഫൻസ് ഫോഴ്സസിന് വേണ്ടിയിട്ടുള്ള വെപ്പൺസ് പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യയിലെ 23ാമത്തെ ലോ കമ്മീഷനുള്ള അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ് അടുത്ത 3 വർഷത്തേക്കുള്ള ഈ 23ാമത്തെ ലോ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തതായിട്ടുള്ള വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ലോ കമ്മീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒന്നുമല്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ് ലോ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ ലോ കമ്മീഷന് കുറേ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ചില ടേംസ് ഓഫ് റെഫറൻസ് കൊടുക്കും. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയും. ആ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരുപാട് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഒരു ലോ കമ്മീഷൻ തന്നെ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ ഗവൺമെൻറ്റിന് ആ റിപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ലോ കമ്മീഷനകത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്നൊക്കെയുള്ള ജഡ്ജിമാരൊക്കെയാണ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് എക്സ്പേർട്ടൈസ് ഉള്ള ആളുകളാണ് സാധാരണഗതിയിൽ ലോ കമ്മീഷൻ ചെയർപേഴ്സണും മെമ്പേഴ്സൊക്കെ ആവാറുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ലോ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്ന കമ്മീഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അതായത് 1834 1833 ചാർട്ടർ ആക്ട് അനുസരിച്ചാണ് ആദ്യത്തെ ലോ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അത് ലോർഡ് മക്കാളെ ആയിരുന്നു ആ ലോ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്
1955 അന്ന് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്ന MC സെതൽവാദ് ആയിരുന്നു ഈ ആദ്യത്തെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ലോ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം ഈ ഫസ്റ്റ് ലോ കമ്മീഷന് ശേഷം ഓരോ 3 വർഷം കൂടുമ്പോഴും ഒരു ലോ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുക 3 വർഷത്തേക്കാണ്. 3 വർഷം കഴിയുമ്പോൾ പുതിയ ലോ കമ്മീഷനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു കസ്റ്റം പോലെ ഇപ്പോൾ എല്ലാ 3 വർഷം കൂടുമ്പോഴും പുതിയ ലോ കമ്മീഷൻസിനെ അപ്പോയിന്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ലോ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ബേസിക്കലി ഇത് വേരി ചെയ്യും. കാരണം ഈ ലോ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് കൊടുക്കുന്ന ടേംസ് ഓഫ് റെഫറൻസ് മാറാറുണ്ട്. പക്ഷേ ജനറലി സ്പീക്കിംഗ് എല്ലാ ലോ കമ്മീഷൻസിൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലോ കമ്മീഷൻ്റെ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ലോ കമ്മീഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യയിൽ കാലപ്പഴക്കം ചെന്നിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ റെലവൻസ് ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളെ റിവ്യൂ ചെയ്യുക, അത് റിപ്പീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ, ആ നിയമങ്ങൾ എടുത്തു കളയേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന നിയമങ്ങളുണ്ടാവും. ഓക്കെ, പാവപ്പെട്ട ആളുകളെ ബാധിക്കുന്ന നിയമങ്ങളുണ്ടാവും. അതിനെ എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ നിയമങ്ങളുടെ സോഷ്യോ എക്കണോമിക് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതായത് സോഷ്യോ എക്കണോമിക് ലെജിസ്ലേഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് റിവ്യൂ ചെയ്യുക എന്നുള്ളതും ഇവരുടെ ജോലിയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഡിമാൻഡ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അപ്പോൾ അതിനകത്ത് മാറ്റം വരുത്തണോ. ഇപ്പോൾ ഈ നാഷണൽ ജുഡീഷ്യൽ ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ കമ്മീഷനൊക്കെ പോലുള്ള ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ വേണോ, ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4 പറയുന്ന DPSPസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക. ഇതൊക്കെയാണ് ലോ കമ്മീഷൻ ചെയ്യുന്ന എല്ലാ ലോ കമ്മീഷൻസും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് കൂടാതെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബയോ E3 പോളിസിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ബയോ E3 പോളിസി എന്ന് പറയുന്നത് ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തിട്ടുള്ള ഒരു പോളിസിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു പോളിസിയാണ് ബയോ E3 പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 16 ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ഹാർനസിങ് ബയോടെക്നോളജി ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോൺടാക്സിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ലാസ്റ്റ് വീക്ക് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഒരു പോളിസിയാണെന്ന് മനസ്സിലാക്കുക. സോ ഈ ബയോ E3 അല്ലെങ്കിൽ ബയോടെക്നോളജി ഫോർ എക്കണോമി, എൻവയോൺമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ്. അപ്പോൾ ഈ പോളിസിയുടെ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹൈ പെർഫോമൻസ് ബയോ മാനുഫാക്ചറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതേസമയം ഈ പറയുന്ന ബയോടെക്നോളജിയുടെ ഒക്കെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോഡീസലൊക്കെ പോലുള്ള അല്ലെങ്കിൽ ബയോഫ്യൂൽ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ നെറ്റ് സീറോ കാർബൺ എക്കണോമി, അതുപോലെ തന്നെ മിഷൻ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ഹൈ പെർഫോമൻസ് ബയോ മാനുഫാക്ചറിങ്ങിനെ ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഈ ബയോടെക്നോളജി ഫീൽഡിലുള്ള ഇന്നൊവേഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനും എന്റർപ്രണർഷിപ്പിനും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ഈ പറയുന്ന ബയോടെക്നോളജി ഫീൽഡിലുള്ള ടെക്നോളജി ഡെവലപ്മെന്റിനെ ആക്സലറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടെക്നോളജീസിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ബയോ മാനുഫാക്ചറിങ് ആൻഡ് ബയോ ഹബ്സ്, അതുപോലെ ബയോ ഫൗണ്ടറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ബയോ E3 പോളിസിക്ക് ചില തിമാറ്റിക് സെക്ടേഴ്സ് ഉണ്ട്, ഇവർ ഫോക്കസ് ചെയ്യുന്ന ചില സ്ട്രാറ്റജിക് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹൈ വാല്യൂ ബയോ ബേസ്ഡ് കെമിക്കൽസ് ആണ്, 2 ബയോ പോളിമേഴ്സ് ആൻഡ് എൻസൈംസ് ആണ്, 3 സ്മാർട്ട് പ്രോട്ടീൻ ആൻഡ് ഫങ്ഷണൽ ഫുഡ്സ് ആണ്, 4-മതായിട്ട് പറയുന്നത് പ്രിസിഷൻ ബയോ തെറാപ്യൂട്ടിക്സ് ആണ്, അതുപോലെ തന്നെ 5-മതായിട്ട് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ, കാർബൺ ക്യാപ്ചർ ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ആണ്, അവസാനമായിട്ട് പറയുന്നത് മറീൻ ആൻഡ് സ്പേസ് റിസർച്ച് ആണ്. അപ്പോൾ ഇത്രയും മേഖലകളിലാണ് ഈ പോളിസി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഈ തിമാറ്റിക് സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെയും ഇന്നോവേഷനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രൊജക്ട് സ്ട്രോബെറിയെ കുറിച്ചാണ്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പ്രൊജക്ട് സ്ട്രോബെറി എന്ന് പറയുന്നത്.
സോ എന്താണ് പ്രൊജക്റ്റ് സ്ട്രോബെറി എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർത്തകൾ ഇനിയും നമ്മൾ കാണും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് വരുന്ന വാർത്തകളൊക്കെ സത്യമാണെങ്കിൽ. അപ്പോൾ ഈ പ്രൊജക്റ്റ് സ്ട്രോബെറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 16 ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ്, അതുപോലെ തന്നെ ഈ ചാറ്റ് ബോട്ട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നാണ് ഓപ്പൺ എ ഐ എന്ന് പറയുന്നത്. ഈ ഓപ്പൺ എ ഐ അവരുടെ ഒരു അടുത്ത ലെവലിൽ വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൂളിന് അവരിപ്പോൾ കൊടുത്തിരിക്കുന്ന പേരാണ് പ്രൊജക്റ്റ് സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് സ്ട്രോബെറി നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പ്രൊജക്റ്റ് ക്യൂ സ്റ്റാർ എന്നുള്ള പേരിലായിരുന്നു. ഇപ്പോഴാണ് അതിന് പ്രൊജക്റ്റ് സ്ട്രോബെറി എന്ന് പേര് കൊടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്, ചാറ്റ് GPT ഒക്കെ പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ LLMs ഉണ്ട്. ഈ LLMസിനുള്ള കുറേ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുന്ന, ഇപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ വൺസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള AI ടൂളായിട്ട് മാറാൻ കേപ്പബിലിറ്റി ഉള്ള ഒന്നാണ് ഈ പ്രൊജക്റ്റ് സ്ട്രോബെറിയുടെ കീഴിൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു AI ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് റിസർച്ചിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് സ്വന്തം നിലയ്ക്ക് ഇൻ്റർനെറ്റിനകത്ത് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിലവിലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ ഒരു അപര്യാപ്തത എന്ന് പറയുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന എബിലിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനിങ് ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് ഡാറ്റയുടെ ഡെഫിഷ്യൻസി കാരണം നിലവിലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ഇപ്പോൾ ചാറ്റ് GPT ഒക്കെ പോലുള്ള മോഡൽസിൻ്റെ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, മറ്റുള്ള റീസണിങ് കേപ്പബിലിറ്റീസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ പറയുന്ന പ്രൊജക്റ്റ് സ്ട്രോബെറിയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ AI ടൂൾ എന്ന് പറയുന്നത് ഹൈലി റീസണിങ് കേപ്പബിലിറ്റീസ് ഉള്ള, നിലവിലുള്ള മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റീസണിങ് കേപ്പബിലിറ്റീസുള്ള ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാത്സ്, പ്രോഗ്രാമിങ്, ഈ കാര്യങ്ങളിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് AI മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി കേപ്പബിൾ ആയിരിക്കും ഇതെന്ന് പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ ഈ പ്രൊജക്റ്റ് സ്ട്രോബെറിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ഈ ഓപ്പൺ AI ഡെവലപ്പ് ചെയ്യുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഓറിയോൺ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓറിയോൺ എന്ന് പറയുന്ന AI ടൂളിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ട്രെയിനിങ് ഡാറ്റ ജനറേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനും ഈ പറയുന്ന പ്രൊജക്റ്റ് സ്ട്രോബെറിയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്യുന്ന AI ടൂളാണ് ക്രിയേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അടുത്തൊരു AI ടൂളിന് വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ട്രെയിനിങ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു AI ടൂൾ തന്നെയായിരിക്കും, മനുഷ്യരായിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും AI ടൂൾസിനെ, പുതുതായിട്ട് വരുന്ന AI ടൂൾസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ട് ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് മാറുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന ഓറിയോൺ, അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് സ്ട്രോബെറി, ഈ ക്യൂ സ്റ്റാർ, ഇതെല്ലാം തന്നെ AI ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില AI ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊജക്റ്റാണ് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അഗ്രി ഷുവർ ഫണ്ടിനെ കുറിച്ചാണ്. സോ ഈ അഗ്രി ഷുവർ ഫണ്ടിനെ കുറിച്ച് ഇപ്പോൾ ഇന്നലെ നമ്മുടെ PIBക്കകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ഈ അഗ്രി ഷുവർ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ അഗ്രി ഷുവർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ് ആൻഡ് റൂറൽ എൻ്റർപ്രൈസസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. സോ ബേസിക്കലി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ വരുന്നൊരു ഫണ്ടാണ്. നെബാർഡുമായിട്ട് സഹകരിച്ചിട്ടാണിത് ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കുള്ള സപ്പോർട്ട് കൊടുക്കലാണ് ഈ ഫണ്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നമ്മുടെ സെബിക്ക് കീഴിൽ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ ഒരു കാറ്റഗറി 2 ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടായിട്ടാണ് ഈ അഗ്രി ഷുവർ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ സ്റ്റാർട്ടപ്പുകൾക്ക്, അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിനകത്ത് സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ഫാർമേഴ്സിന് വേണ്ടിയിട്ട് മെഷീനറി റെൻ്റൽ ബേസിസിൽ കൊടുക്കുന്ന കമ്പനീസ്, അതുപോലെ തന്നെ IT ബേസ്ഡ് ഫാമിംഗ് ടെക്നോളജീസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്കൊക്കെയാണ് ഇതിനകത്ത് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഹൈ റിസ്ക് ഹൈ ഇമ്പാക്റ്റ് വെഞ്ചറുകൾക്കാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കുന്നത് മനസ്സിലാക്കി. ഇത്രയും ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിലും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഹൈ റിസ്ക് ഹൈ ഇമ്പാക്റ്റ് വെഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഹൈ റിസ്ക് ഹൈ ഇമ്പാക്റ്റ് ഫീൽഡുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ്, അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് ഇതിനകത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെബിക്ക് കീഴിൽ ഒരു കാറ്റഗറി 2 ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഫണ്ടിന്റെ ഇപ്പോഴത്തെ കോർപ്പസ് എന്ന് പറയുന്നത് 750 കോടിയാണ്. അപ്പോൾ ഇതൊരു ഒരു ഷെയർഡ് കോർപ്പസ് ആണ്. കാരണം ഇതിനകത്ത് 250 കോടി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, യൂണിയൻ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറും ബാക്കി 250 കോടി നെബാർഡും ബാക്കിയുള്ള 250 കോടി മാർക്കറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് 750 crore ഇപ്പോൾ ഇനീഷ്യൽ കോർപ്പസ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് നെബാർഡിൻ്റെ ഒരു ഹോളി ഓൺഡ് സബ്സിഡറി ആയിട്ടുള്ള നാബ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്. അവരായിരിക്കും ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്കോമെറ്റ് അല്ലെങ്കിൽ SCOMET എന്ന് പറയുന്ന ഒരു ലിസ്റ്റിനെ കുറിച്ചാണ്. സോ ഈ സ്കോമെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഉണ്ട്. ഇന്ത്യയിലെ ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് ഈ DGFT എന്ന് പറയുന്നത്. അപ്പോൾ അവർ പബ്ലിഷ് ചെയ്യുന്ന ഒരു ലിസ്റ്റാണ് ഈ സ്കോമെറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ കെമിക്കൽസ്, ഓർഗാനിസംസ്, മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ് ആൻഡ് ടെക്നോളജീസ് എന്ന് പറയുന്നൊരു ലിസ്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഹൈലി റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില ഐറ്റംസ് ആണ് ഈ സ്കോമെറ്റ് ലിസ്റ്റിനകത്ത് പറയാം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് ഡ്യുവൽ യൂസ് ഐറ്റംസ് ആണ്. ഡ്യുവൽ യൂസ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലിയൻ പർപ്പസിനും മിലിറ്ററി പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ടെക്നോളജീസ് ഉണ്ട്. ഉദാഹരണത്തിന് റോക്കറ്റ് ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിൻ പ്രൊപ്പൽഷൻ സിസ്റ്റംസ്. ഓക്കെ, അത് ഒരേ സമയം സിവിലിയൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മിലിറ്ററി പർപ്പസിനും യൂസ് ചെയ്യാം. കെമിക്കൽസ്, അതായത് ഈ പറയുന്ന കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കെമിക്കൽ ബേസിസുകളുണ്ട്. അപ്പോൾ ഈ കെമിക്കൽസ് ഒരേ സമയം നമുക്ക് ഈ പറയുന്ന പെസ്റ്റിസൈഡുകൾക്കോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാം, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാം, പക്ഷേ അതേസമയം കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചില ടൈപ്പ് ഓഫ് മ്യൂണീഷൻസ്, ന്യൂക്ലിയർ റിലേറ്റഡ് ഐറ്റംസ് പ്രോലിഫറേഷന് വലിയ രീതിയിൽ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഫ്റ്റ്വെയർ ടെക്നോളജി, ഇങ്ങനെയുള്ള ഡ്യുവൽ യൂസ് ഐറ്റംസ്, മ്യൂണീഷൻസ്, ന്യൂക്ലിയർ റിലേറ്റഡ് ഐറ്റംസ്, സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജിക്ക് ഉൾപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഈ സ്കോമെറ്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ സ്കോമെറ്റ് ലിസ്റ്റ് ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റാണ്. അതായത് ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങളുടെ എക്സ്പോർട്ട് ഒന്നുകിൽ ഇന്ത്യയിൽ ബാൻഡ് ആയിരിക്കും, അതായത് അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടാവും. അല്ലെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന DGFTയുടെ കയ്യിൽ നിന്ന് ഒരു സ്പെഷ്യൽ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഫോറിൻ ട്രേഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോറിൻ ട്രേഡ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിലൊരു ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നാഷണൽ സെക്യൂരിറ്റിയാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോലിഫറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ബയോ വെപ്പൺസ്, കെമിക്കൽ വെപ്പൺസ്, ന്യൂക്ലിയർ വെപ്പൺസ്, മിസൈൽ ടെക്നോളജി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോലിഫറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഒരുപാട് ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ എക്സ്പോർട്ട് കൺട്രോൾ റെജീംസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മിസൈൽ ടെക്നോളജി പ്രോലിഫറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ MTCR എന്ന് പറയുന്ന മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വസനാർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ചില ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് ഈ കെമിക്കൽ വെപ്പൺസിൻ്റെ പ്രോലിഫറേഷൻ തടയാനും അതുപോലെ തന്നെ മിസൈൽസിൻ്റെ പ്രോലിഫറേഷൻ തടയാനൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് അപ്ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും പിന്നെ നാഷണൽ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാരണങ്ങളാലുമാണ് ഇത്തരത്തിലുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ലിസ്റ്റ് കാലാകാലങ്ങളിൽ ഈ DGFT അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. സോ പ്ലേസസ് ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രൂണൈ ആണ്. ഇപ്പോൾ ബ്രൂണൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ സിംഗപ്പൂരും ബ്രൂണൈയിലും വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രൂണൈയിലൊക്കെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് അപൂർവമായിട്ട് മാത്രം വിസിറ്റ് നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ നിന്ന് ഹൈ ലെവൽ വിസിറ്റ്സ് അപൂർവമായിട്ട് അങ്ങോട്ട് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ഈ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഒക്കെ ഭാഗമായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള സ്ട്രാറ്റജിക് റിലേഷൻ കൾട്ടിവേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിസിറ്റ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ബ്രൂണയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബ്രൂണയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ബ്രൂണെ ദാറുസലാം എന്നാണ്. ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആസിയാനിലെ മെമ്പർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ഹൈലി ഡെവലപ്ഡ് ഹൈ ഇൻകം കൺട്രിയാണ് ബ്രൂണൈ എന്ന് പറയുന്നത്. ഏകദേശം 4 ലക്ഷം മാത്രം പോപ്പുലേഷനുള്ള സിംഗപ്പൂരൊക്കെ പോലെ ഒരു സിറ്റി സ്റ്റേറ്റ് പോലുള്ള പക്ഷേ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനകത്തൊക്കെ വെരി ഹൈ HDI ഉള്ള ഒരു രാജ്യമാണ് ബ്രൂണൈ എന്ന് പറയുന്നത്. അതിനുള്ള മെയിൻ റീസൺ ഇവിടെയുള്ള പെട്രോളിയത്തിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഇവർ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമാണ്, ആസിയാനിലെ മെമ്പർ സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ മലേഷ്യക്കും അതുപോലെ തന്നെ ഇന്തോനേഷ്യക്കും ഒക്കെ ടെറിട്ടറീസ് ഉള്ള ഒരു ബോർണിയോ എന്ന് പറയുന്ന ഐലൻഡ് ഉണ്ട്. ഈ ബോർണിയോ ഐലൻഡിൽ മാത്രമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരേ ഒരു രാജ്യമാണ് ബ്രൂണൈ എന്ന് പറയുന്നത്. ഈ ബോർണിയോ ഐലൻഡ് ആക്ച്വലി 3 രാജ്യങ്ങളുടെ കീഴിലാണ് വരുന്നത്. ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടും ബോർണിയോ ഐലൻഡിലാണ്. മലേഷ്യക്ക് ഈ ബോർണിയോ ഐലൻഡിൽ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ
ഇന്തോനേഷ്യക്കും ടെറിട്ടറി ഉണ്ട്. പക്ഷേ മലേഷ്യയുടെയും ഇന്തോനേഷ്യയുടെയും കേസിൽ അവരുടെ രാജ്യം മറ്റുള്ള പല സ്ഥലങ്ങളിലും കൂടി വ്യാപിച്ച് കിടക്കുകയാണ്. പക്ഷേ ബ്രൂണൈ ഇതിൽ മാത്രം കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ബോർണിയോ ഐലൻഡിൽ മാത്രമായിട്ട് കൺഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു രാജ്യമാണ് ബ്രൂണൈ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ബന്ദർ സേരി ഭഗവാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവരുടെ പോപ്പുലേഷൻ്റെ വലിയൊരു ശതമാനം, നിയർലി 30% ആളുകളും ഈ ഒരൊറ്റ ഈ ക്യാപിറ്റൽ സിറ്റിയിൽ മാത്രമായിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൂണയുടെ കേസിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യം ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന 2 ടെറിട്ടറീസ് ആണ്. ഒന്ന് ഈ ബ്രൂണയുടെ ഈ ഒരു മെയിൻ ഏരിയ ഉണ്ട്, അതുകൂടാതെ മലേഷ്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ലിംബാങ് വാലി എന്ന് പറയുന്നൊരു വാലി ഉണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേറെ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്ന, ഒരു ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലവും ബ്രൂണയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബൈഫക്കേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന, മലേഷ്യയുടെ ലിംബാങ് വാലിയാൽ ബൈഫക്കേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന 2 ടെറിട്ടറീസ് ഉൾപ്പെടുന്നതാണ് ബ്രൂണൈ എന്ന് മനസ്സിലാക്കുക. ഇനി ബ്രൂണയുടെ അതിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഏകദേശം നോർത്തേൺ സൈഡിലായിട്ട് സൗത്ത് ചൈന സീ ഉണ്ട്. അപ്പോൾ സൗത്ത് ചൈന സീയുമായിട്ട് അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെ ഇതിന് സ്ട്രാറ്റജിക് വാല്യൂ കൂടുതലാണ്. ഇനി ബ്രൂണയുടെ ബാക്കിയുള്ള ലാൻഡ് ബോർഡേഴ്സ് മൊത്തം വരുന്നത് മലേഷ്യയുമായിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു അബ്സല്യൂട്ട് മൊണാർക്കിയാണുള്ളത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അബ്സല്യൂട്ട് മൊണാർക്കിയാണ് ബ്രൂണൈയിൽ ഉള്ളതെന്ന് പറഞ്ഞിരിക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.